പറഞ്ഞു കേരള സമൂഹം നിങ്ങൾക്കെതിരായി, നിങ്ങളെ ഇന്ത്യൻ സമൂഹം അറിഞ്ഞു, ഇന്ത്യൻ സമൂഹം നിങ്ങൾക്കെതിരായി. ഇനി നിങ്ങൾക്ക് മതേതരത്വത്തിന്റെ മുഖം കിട്ടാൻ മുസ്ലിം സമുദായത്തെ സിനിമാ പ്രദർശനത്തിൽ ഇറക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു. മാത്രമല്ല, ജമാൽ മങ്കടയെ പോലുള്ള ആളുകൾ നമസ്കരിക്കുവാൻ ക്ഷേത്രം തെരഞ്ഞെടുക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ കേൾക്കണം, വാർത്ത എന്താണെന്നറിയോ? സെപ്റ്റംബർ 5 മുതൽ 9 വരെ എല്ലാ ദിവസവും 6 മുതൽ 7:30 വരെ നടന്ന ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്തത് പാളയം ജുമാ മസ്ജിദ് ജമാലുദ്ദീൻ മങ്കടയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? അതേ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം. എന്ന് കേട്ടോളൂ. ആദിശങ്കര വിരചിതമായ ഭജഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വാമി സന്ദീപനാനന്ദഗിരിയുടെ ജ്ഞാനയജ്ഞം റമദാൻ പുണ്യമാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനായത് പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്താലാണെന്ന് ആര് പറഞ്ഞു? മൗലവി പറഞ്ഞു. എന്ത് പടച്ചോനെ, ഈ യജ്ഞമുണ്ടല്ലോ, ഈ ശിർക്കിന്റെയും കുഫറിന്റെയും ഒക്കെ തത്തങ്ങളടങ്ങിയ ആദിശങ്കര വിരചിതമായ ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ ഈ റമദാൻ മാസത്തിൽ കഴിഞ്ഞത് പടച്ചോനെ നിന്റെ തൗഫീഖ് കൊണ്ടാണ്. ഇത് വിക്കാമത്തുദ്ദീന്റെ ഭാഗമാണ്. കാര്യം ജമാഅത്ത് ഇസ്ലാമിക്ക് ഇബാദത്തല്ലാത്തൊന്നുമില്ല. ഫുള്ളും ഇബാദത്ത്. അങ്ങനെ മുഴുവൻ ഇബാദത്താക്കിയ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യുമ്പോഴും പറയുന്നത് എന്താ? അല്ലാഹുവേ നിന്റെ തൗഫീഖ് കൊണ്ടാണ് എനിക്കിത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. ഇനി മാത്രമല്ല, വീണ്ടും പറയുന്നത് കേട്ടോളൂ, മതസൗഹാർദ്ദമാണ് പോൽ. എന്ത്? ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ആശ്രമത്തിന് അന്നക്ഷേത്രത്തിൽ വെച്ച് സ്വാമിജിയോടൊപ്പം മൗലവി നോമ്പ് മുറിക്കുകയും ഗീതാക്ഷേത്രം എന്ന വിശുദ്ധ വേദിയിൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. എവിടെ? ഗീതാക്ഷേത്രത്തിൽ മഗ്‌രിബ് നമസ്കരിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ പള്ളിയില്ലാഞ്ഞിട്ട് ഗീതാക്ഷേത്രത്തിൽ വെച്ച് നമസ്കരിച്ചു എന്നാണ്. എഴുതി വിരുവാസിന് പത്തുവാ, എഴുതിക്കൊണ്ടുവാ. ഏത് മാനദണ്ഡത്തിലാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഏത് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രമാണം വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുക? ഇനി മാത്രല്ല, നിങ്ങൾക്കറിയാം വളരെ വ്യക്തമായി, അതേ ക്രിസ്മസ്, ആ ക്രിസ്മസിന് ഖിറാഅത്ത് നടത്തിയ കേക്ക് മുറിക്കുന്നത് പെരുമ്പിലാവിലെ അൻസാർ കോളേജ്. ആ അൻസാർ കോളേജില് എന്താ ചെയ്യുന്നത് നമുക്കറിയാം. പെരുമ്പിലാവ് അൻസാർ കോളേജ്, ആ കോളേജില് കേക്ക് മുറിക്കുകയാണ്. എന്തിനാ കേക്ക് മുറിക്കുന്നത് കേട്ടോളൂ. അൻസാർ വിമൽ താൻ കമ്പ്യൂട്ടർ കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം LF കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ട്രീസ ഡൊമിനിക് നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്. പലരും പ്രസംഗിച്ചു, ഷെർമി ഖിറാഅത്ത് നടത്തി. സുബ്ഹാനല്ലാഹ്. എന്തിനാ ഷെർമി ഖിറാഅത്ത് നടത്തുന്നത്? അത് അള്ളക്ക് കുട്ടിയുണ്ടായ ദിവസം, പടച്ചോന് കുട്ടി ജനിച്ച ദിവസമാണ്. അള്ളക്ക് കുട്ടിയുണ്ടായി എന്ന പേരിൽ ക്രൈസ്തവ സഹോദരങ്ങൾ ആദരിക്കുന്ന ആ ക്രിസ്മസിന് കേക്ക് മുറിക്കുമ്പോ ഖുർആൻ ആയത്തോതി കൊടുക്കുകയാണ്. ആര്? ഷെർമി. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേക്ക് മുറിക്കുകയാണ്. കണ്ടോ? അള്ളാഹ്ക്ക് കുട്ടിയില്ലെന്ന് പറയാൻ അവതരിച്ച ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തോതിയിട്ട് അള്ളാഹയുടെ കുട്ടി, പടച്ചവന്റെ കുട്ടി, ദൈവപുത്രൻ, ആ ദൈവപുത്രന്റെ ജന്മദിനത്തിന് ആഘോഷം നടത്തുമ്പോ അള്ളാന്റെ ഖുർആൻ ഓതി പരിഹസിച്ച ജമാഅത്തുകാരാ, നിന്റെ മതമേതാ, നിന്റെ ദീനേതാ? ഈ സമൂഹത്തോട് പറയണം. ഈ സമൂഹം തെറ്റിദ്ധരിക്കും, നിന്നെ കണ്ട് തെറ്റിദ്ധരിക്കും. നീ മതേതരത്വത്തിന്റെ മുഖമുണ്ടാക്കാൻ, ഇവിടെ ജനാധിപത്യത്തിന്റെ മേലങ്കി കിട്ടാൻ വേണ്ടി നടത്തുന്ന ഈ കപടനാട്യം ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് പറയണം, ഏത് ആദർശമാണ്, ഏത് ഇസ്ലാമാണ് നിങ്ങൾ പറയുന്നത്? ഇനി ഇതിന് ഇബ്നുബാസിന്റെ ഫത്വ വേണോ നിങ്ങൾക്ക്? കഴിഞ്ഞ ക്രിസ്മസിനാണ് കൊച്ചിയില് ക്രിസ്മസ് പുടവ വിതരണം ചെയ്തത് ജമാഅത്തുകാരൻ ഇല്ലേ? ക്രിസ്മസ് പുടവ വിതരണം, അള്ളക്ക് കുട്ടിയുണ്ടായ സന്തോഷം. എന്നാൽ മുസ്ലിം സമൂഹം ഇത് അംഗീകരിക്കുമോ? ഇല്ല. ഖുർആൻ ശക്തമായി എതിർത്തു. അള്ള പറഞ്ഞു, അവര് പറഞ്ഞു, യഹൂദികൾ പറഞ്ഞു, നസാറാക്കൾ പറഞ്ഞു, ജമാഅത്തുകാരാ നിന്റെ ഭാഷയിൽ സാമ്രാജ്യത്വവാദികൾ പറഞ്ഞു, സാമ്രാജ്യത്വം വിളിച്ചു പറഞ്ഞു, ഇത്തഖദർ റഹ്മാനു വലദാ, പരമകാരുണ്യകനായ അള്ളാഹു കുട്ടിയെ സ്വീകരിച്ചു എന്ന്, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, വളരെ ഗൗരവമുള്ള വാക്കാണ് അവര് പറഞ്ഞത്, വളരെ ഗൗരവമേറിയ വാക്കാണ് അവര് പറഞ്ഞത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശത്തെ കീറിമുറിക്കുമാർ, ഭൂമിയെ പിളർത്തിക്കളയുമാർ, പർവ്വതങ്ങളെ പൊടിച്ചു കളയുമാർ ഗൗരവമുള്ള വാക്കാണ് അവർ പറഞ്ഞത്. റഹ്മാനി വലദാ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് അവർ വാദിച്ചതിനാൽ വമാ യംബഗി ലിർറഹ്മാനി വലദാ, പരമകാരുണ്യകനായ അള്ളാഹുവിന് യോജിച്ചതല്ല സന്താനത്തെ സ്വീകരിക്കുക എന്നത്. ഇതൊക്കെയല്ലേ ചോദ്യം.